ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും അതൊക്കെ അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലത്തെ കാര്യങ്ങളെല്ലാം ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. നിയമങ്ങളൊക്കെ പഠിക്കും എല്ലാം, പക്ഷെ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ അതെല്ലാം ചെയ്യാറില്ല. ഒരു റോഡ് നമ്മൾ ക്രോസ് ചെയ്യുമ്പം ആദ്യം നമ്മൾ നോക്കേണ്ടത് വലതുവശത്തേക്കാണ്. നമ്മുടെ വലതുവശത്തേക്ക് നമ്മൾ നിൽക്കുന്ന അതിൻ്റെ വലതുവശത്ത് നോക്കുമ്പോൾ വണ്ടികൾ സാധാരണ ഇടതുവശത്തൂടെയല്ലേ വരുന്നത് നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച്. അപ്പോൾ ആ വശത്തോടെ വണ്ടികൾ വല്ലതും വരുന്നുണ്ടോ എന്ന് വലതുവശത്തോട്ട് നോക്കുമ്പോൾ കാണാം. പിന്നെ നമ്മൾ ഇടതുവശത്തോട്ട് നോക്കുന്നു. ഇടതുവശത്തോട്ട് നോക്കുമ്പോൾ എതിർവശത്തു നിന്ന് വരുന്ന വണ്ടികൾ കാണാൻ പറ്റും, പക്ഷേ നമ്മുടെ സൈഡിൽ കൂടെയല്ല വരുന്നത്, മറ്റേ വശത്തൂടെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ വണ്ടികളൊന്നും ഇല്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഒരു റോഡ് ക്രോസ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ. കാരണം നിരവധി അപകടങ്ങൾ ഇവിടെ വരുന്നുണ്ട്. വണ്ടി ഇടിച്ച് മരിക്കുന്നു, അല്ലെ വണ്ടി ഇടിച്ച് വലിയ ഗുരുതരമായ പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം വലത്തേക്ക് നോക്കി ഇടതുവശത്തൂടെ വരുന്ന വണ്ടികൾ ഉണ്ടോ എന്ന് നോക്കി, പിന്നെ ഇടതുവശത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് മറ്റേ സൈഡിൽ കൂടെ വരുന്ന വണ്ടികളും കാണാം. അത് രണ്ടും ഒന്നും വരുന്നില്ല എന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ക്രോസ് ചെയ്യാൻ. നമ്മുടെ ഉദാഹരണത്തിന് നമ്മൾ വലത്തോട്ട് നോക്കി കഴിയുമ്പം വണ്ടികളൊന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ നടുക്കോട്ട് കയറി നിൽക്കുക. അത് അപകടമാണത്, എങ്കിലും പിന്നെ പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റുന്നവർ. കാരണം നമ്മൾ ഇടത്തോട്ട് നോക്കുമ്പോൾ ഉള്ള വണ്ടികൾ കുറച്ച് അകലത്തിലാണ് വരുന്നെങ്കിൽ വലത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വണ്ടികളില്ലെങ്കിൽ പെട്ടെന്ന് കടന്നു പോകാൻ പറ്റും. അങ്ങനെയൊക്കെ പറ്റും. പക്ഷേ നമ്മൾ പരീക്ഷണമൊന്നും ചെയ്യേണ്ട. വണ്ടികളില്ലാത്ത സമയത്ത് തന്നെ വേണം നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട്. ഇത് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ പെഡസ്ട്രിയൻസ് നടന്നു പോകുന്നവർ പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് നടപ്പാത, ആളുകൾക്ക് പോകാനുള്ള നടപ്പാത എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും നടപ്പാതയുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ചില സ്ഥലങ്ങളിലില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ റോഡിൻ്റെ വലതുവശം ചേർന്ന് വേണം പോകാൻ. നമ്മൾ നടന്ന് വലതുവശത്തൂടെ പോകാവുള്ളൂ, ഇടതുവശത്തോടെ പോകരുത്. കാരണം നമ്മൾ വലതുവശം ചേർന്ന് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് വരുന്ന വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും. ശരിയാണോ? അതുപോലെ തന്നെ നമ്മൾ അത് വളരെയധികം ശ്രദ്ധിച്ച് ആ വലതുവശത്തോട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വണ്ടികൾ ഇടിക്കുകയില്ല. കാരണം മറ്റേ വശത്തൂടെയാണ് വണ്ടികൾ പോകുന്നത്. മുന്നിൽ നിന്ന് വരുന്ന വണ്ടി നമുക്ക് കാണുകയും ചെയ്യാം, നമുക്ക് സൈഡിലോട്ട് മാറി നിൽക്കാനൊക്കെ പറ്റും. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ സീബ്ര ക്രോസിങ്ങിനെ പറ്റി പറഞ്ഞായിരുന്നു. ഇവിടെ സീബ്ര ക്രോസിങ് സുരക്ഷിതമല്ല. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഞാനത് സുരക്ഷിതമായി കണ്ടിട്ടില്ല. ഇന്ത്യ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഗൾഫോ രാജ്യങ്ങളോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ USA എവിടെയാണെന്ന് വെച്ചാൽ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം അവിടെ എല്ലാം ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം വളരെ സുരക്ഷിതമാണ്. കാരണം നമുക്ക് സീബ്ര ക്രോസിംഗ് കൂടെ പോകണമെങ്കിൽ ധൈര്യമായിട്ട് പോകാം. കാരണം അവിടുത്തെ നിയമം അനുസരിച്ച് വണ്ടി നിർത്തി തരണമെന്ന് വളരെ 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 സ്ട്രിക്റ്റായിട്ടുള്ള നിയമമാണത്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ സീബ്ര ക്രോസിംഗ് അവിടുത്തെ പോലെ ഇന്ത്യക്ക് പുറത്തുള്ളത് പോലെ ഇവിടെ ക്രോസിംഗ് ചെയ്യാൻ നോക്കിയാൽ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അല്ലെങ്കിൽ അധികാരികളത് അതുപോലെ സ്ട്രിക്റ്റാക്കി എടുക്കണം. വിദേശ രാജ്യങ്ങളിലുള്ള പോലെ തന്നെ ഇവിടെയും സ്ട്രിക്റ്റാക്കി എടുത്താൽ ആളുകൾ അതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അത് ഈ റോഡ് ക്രോസിങ്ങിനെ പറ്റി നമ്മൾ വളരെയധികം ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ നടക്കുന്ന സൈഡും, അപ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒത്തിരി അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഓക്കേ.